നമസ്കാരം. നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന വിവരങ്ങൾ വലിയ കമ്പനികൾ എങ്ങനെയാണ് സുരക്ഷിതമായി വെക്കുന്നതെന്ന് വളരെ ലളിതമായിട്ടാണ് ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നാട്ടിലെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ UPI വഴി പണം നൽകുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനായി എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഈ സ്വകാര്യ വിവരങ്ങളൊക്കെ ശരിക്കും ആരൊക്കെയാണ് കാണുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം തന്നെ നമ്മുടെ ഡേറ്റയുടെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഫോൺ നമ്പർ, ലൊക്കേഷൻ, എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുള്ള വിവരങ്ങൾ. ഇതൊക്കെ ഇന്നത്തെ ഇന്റർനെറ്റ് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കറൻസിയാണ്. അതെ, നിങ്ങളുടെ ഡാറ്റ ശരിക്കും ഡിജിറ്റൽ സ്വർണം തന്നെയാണ്. ഇതത്രത്തോളം വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന 100% ആളുകളും ഈ ഡിജിറ്റൽ സ്വർണം മോഷ്ടിക്കാൻ നടക്കുന്നവരുടെ നോട്ടപ്പുള്ളികളാണ്. ആരും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ കള്ളന്മാരാരാണെന്നും അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നോക്കാം. ഇവിടത്തെ ഏറ്റവും വലിയ അപകടം എന്താണെന്നോ? സാധാരണ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പഴ്സ് പോയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ഈ ഡിജിറ്റൽ കള്ളന്മാർ അങ്ങനെയല്ല. അവർ നിങ്ങളുടെ ഡേറ്റ വളരെ രഹസ്യമായി കോപ്പി ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടുതന്നെ നിങ്ങൾ ഒരിക്കലും അറിയുക പോലുമില്ല നിങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന്. ഈ കുറ്റവാളികൾ നമ്മുടെ വീടിന്റെ ജനൽച്ചില്ലുകൾ പൊട്ടിച്ചൊന്നുമല്ല അകത്ത് കയറുന്നത്. പകരം ചില പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇന്റർനെറ്റിലെ തുറന്നുകിടക്കുന്ന വാതിലുകൾ ഏതൊക്കെയെന്ന് അവർ നിരന്തരം തപ്പി നടക്കുകയാണ്. എളുപ്പത്തിൽ കയറാൻ പറ്റിയ ഒരൊറ്റ പഴുത് അതുമാത്രമാണ് അവർക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത്തരം ഭീഷണികളിൽ നിന്ന് വലിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കാം. അവർ ഒരൊറ്റ സുരക്ഷാ കവചമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് പ്രധാനമായും 3 ഘട്ടങ്ങളുള്ള വളരെ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമാണവർക്കുള്ളത്. നിങ്ങളുടെ വിവരങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ഒരു വലിയ കോട്ട കെട്ടുന്നതുപോലെയാണിത്. ഇതിലെ ആദ്യത്തെയാളാണ് ഫയർവാൾ. ഇതിനെ വേണമെങ്കിൽ വലിയ ക്ലബ്ബുകളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കടുത്ത ബൗൺസറായി സങ്കൽപ്പിക്കാം. ഇന്റർനെറ്റ് നെറ്റ്വർക്കിന്റെ കവാടത്തിൽ തന്നെ ഇവരുണ്ടാകും. അതുവഴി വരുന്ന ഓരോ ഡേറ്റയുടെയും ID കാർഡ് പരിശോധിച്ച് ചെറിയൊരു സംശയം തോന്നിയാൽ പോലും അപ്പോൾ തന്നെ അവരെ തടഞ്ഞു നിർത്തും. രണ്ടാമത്തേത്, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എൻക്രിപ്ഷനാണ്. എങ്ങനെയെങ്കിലും ഒരു കള്ളൻ ഈ ബൗൺസറെ വെട്ടിച്ച് അകത്ത് കയറിയാൽ തന്നെ നിങ്ങളുടെ ഡാറ്റ അവർക്കൊരിക്കലും വായിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഡേറ്റയെല്ലാം അവർ ഒരു രഹസ്യ ഭാഷയിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. ശരിയായ താക്കോലില്ലാതെ ആർക്കും അതൊരിക്കലും തുറക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അവസാനത്തേത്, ആക്സസ് കൺട്രോൾ. ഇത് കമ്പനിക്കുള്ളിലെ തന്നെ ഒരു VIP ബാഡ്ജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിയിലെ എല്ലാ ജീവനക്കാർക്കും നിങ്ങളുടെ വിവരങ്ങൾ വെറുതെ കാണാൻ കഴിയില്ല. കർശനമായി അധികാരം നൽകപ്പെട്ടിട്ടുള്ള വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ ഈ സെൻസിറ്റീവ് വിവരങ്ങളിലേക്ക് പ്രവേശനമുള്ളൂ. ഇനി സാങ്കേതികവിദ്യ മാത്രമല്ല, ഡേറ്റ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഗോള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. നിങ്ങൾ ഒരു ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ആ ഡേറ്റ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കണം, ഒടുവിൽ അതിന്റെ ആവശ്യം തീരുമ്പോൾ എങ്ങനെ അത് പൂർണ്ണമായും നശിപ്പിച്ചു കളയണം എന്നതിലൊക്കെ വളരെ കർശനമായ നിയമങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, ഡേറ്റയുടെ ജീവിതചക്രത്തിന്റെ ഓരോ ഘട്ടത്തിലും കമ്പനികൾ നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ കമ്പനികൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ കോട്ടകളൊക്കെ കെട്ടിത്തരുന്നത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അതിന്റെ താക്കോലിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അതായത് അവരുടെ വലിയ ഫയർവാളുകൾ പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളും. സുരക്ഷ എന്നത് എപ്പോഴും ഉപയോക്താവും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഒരു പങ്കാളിത്തമാണ്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഓൺലൈൻ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനും ഈ ഡിജിറ്റൽ കാവൽക്കാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ അഥവാ 2FA നിർബന്ധമായും ഓണാക്കി വയ്ക്കുക. ഇത് നിങ്ങളുടെ ഡിജിറ്റൽ വീടിന്റെ മുൻവാതിലിൽ ഒരു വലിയ ഇരുമ്പ് പൂട്ടുകൂടിയിടുന്നത് പോലെയാണ്. ആരെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് കണ്ടുപിടിച്ചാൽ പോലും നിങ്ങളുടെ ഫോണിലേക്ക് നേരിട്ട് വരുന്ന ആ പ്രത്യേക കോഡില്ലാതെ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ കഴിയില്ല. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ബ്ലോക്കാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പരിഭ്രാന്തരാക്കി ഫോൺ വിളിക്കുന്നവരെയും മെസ്സേജ് അയക്കുന്നവരെയും എപ്പോഴും കരുതിയിരിക്കുക. അവർ പെട്ടെന്ന് നിങ്ങളിലൊരു ഭയം സൃഷ്ടിച്ച് നിങ്ങളുടെ OTPയോ ബാങ്ക് പിൻ നമ്പറോ വാങ്ങി അവരുടെ കയ്യിലെ VIP ബാഡ്ജാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരം വിവരങ്ങൾ ഒരിക്കലും ആർക്കും പങ്കുവെക്കരുത്. ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചുള്ള ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഓൺലൈൻ ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ നിമിഷം നിങ്ങളുടെ ഡിജിറ്റൽ വാതിലുകൾ ശരിക്കും പൂട്ടിക്കിടക്കുകയാണോ? ഒന്ന് പരിശോധിച്ചു നോക്കൂ. സുരക്ഷിതരായിരിക്കുക. മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു.